കേരളത്തിൽ ഒരു MLA-ക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതിമാസം എത്ര രൂപ നൽകുന്നുണ്ട്? കണക്കുകൾ നോക്കാം. ശമ്പളം എന്ന പേരിൽ നൽകുന്ന ഫിക്സഡ് അലവൻസ് 2000 രൂപയാണ്. എന്നാൽ മറ്റ് അലവൻസുകൾ വേറെയുമുണ്ട്. നിയോജക മണ്ഡല അലവൻസായി 25,000 രൂപയും ഫോൺ വാടക ഇനത്തിൽ 11,000 രൂപയും ഇൻഫർമേഷൻ അലവൻസ് 4,000 രൂപയും സൽക്കാരത്തിനും മറ്റും 8,000 രൂപയും യാത്രകൾക്കായി 20,000 രൂപയുമാണ് ലഭിക്കുക. അങ്ങനെ ആകെ അലവൻസ് ഒരു MLA-ക്ക് പ്രതിമാസം ലഭിക്കുന്നത് 70,000 രൂപയാണ്. MLA ഹോസ്റ്റൽ മുറി വാടക പ്രതിമാസം 50 രൂപ. ഇനി പുതിയ കെട്ടിടത്തിലാണെങ്കിൽ 100 രൂപ. TA and DA എങ്ങനെയെന്നും എത്രയെന്നും നോക്കാം. കേരളത്തിന് പുറത്ത് യാത്രയ്ക്ക് കിലോമീറ്ററിന് 10 രൂപയും ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് AC ടിക്കറ്റ് നിരക്കിനൊപ്പം കിലോമീറ്ററിന് 25 പൈസയും ലഭിക്കും. ദൂരപരിധി റോഡ് റെയിൽ യാത്രകൾക്കില്ല. വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനും ട്രെയിൻ യാത്രാ കൂപ്പൺ ഇനത്തിനുമായി പ്രതിവർഷം 4 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിമാന യാത്രാക്കൂലി പ്രതിവർഷം 50,000 രൂപ വരെ ലഭിക്കും. നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പ്രതിദിനം 1000 രൂപ അലവൻസ്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ പ്രതിദിനം 1200 രൂപയാണ് അലവൻസ്. KSRTC ബസ്സുകളിലും ബോട്ടിലും MLA-ക്ക് സൗജന്യ യാത്ര. ചികിത്സാ ചിലവ് സർക്കാർ നൽകും. 10 ലക്ഷം വരെ പലിശരഹിത വാഹന വായ്പ ലഭിക്കും. ഭവന വായ്പ അഡ്വാൻസ് 20 ലക്ഷം രൂപ വരെ ലഭിക്കും. പുസ്തകങ്ങൾ വാങ്ങാൻ പ്രതിവർഷം 15,000 രൂപ വരെ. അപകട ഇൻഷുറൻസ് 20 ലക്ഷം രൂപ വരെ സർക്കാർ ചിലവിൽ നൽകും. അണ്ടർ സെക്രട്ടറി റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാണ്. 20,000 രൂപ വരെ സ്റ്റാഫ് അലവൻസ് ലഭിക്കും. നിയമസഭാ സമാജകർക്ക് പെൻഷൻ ഉണ്ട്. 5 വർഷം കാലാവധി തികച്ച ഒരംഗത്തിന് പ്രതിമാസം പെൻഷൻ 20,000 രൂപയാണ്. 4 വർഷമാണെങ്കിൽ 16,000 രൂപയും 3 വർഷമാണെങ്കിൽ 12,000 രൂപയും 2 വർഷമോ അതിനു താഴെയോ ആണെങ്കിൽ പ്രതിമാസം 8,000 രൂപയും 5 വർഷത്തിലധികം MLA ആയി ഇരുന്നവർക്ക് പ്രതിമാസം 1,000 രൂപ ഓരോ വർഷത്തിനും അധികമായി ലഭിക്കും. പക്ഷേ പരമാവധി പെൻഷൻ 50,000 രൂപ വരെയാണ് ഒരു മുൻ MLA-ക്ക് ലഭിക്കുക. യാത്രാ ചിലവുകൾക്കായി പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആയിരിക്കും ഒരു മുൻ MLA-ക്ക് അനുവദിക്കുക. ഇതുപോലെയുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോസിനുമായി ബസ് ബി കേരള പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.